യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മൽക്കീസദേക്ക് എന്ന എൻ്റെ കഴിഞ്ഞ വീഡിയോ കേട്ടെങ്കിൽ മാത്രമേ ഇത് കേൾക്കുന്നവർക്ക് കുറച്ചും കൂടെ ഫലപ്രദമായി തീരുകയുള്ളൂ എന്ന് ഞാൻ പറയട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ മൽക്കീസദേക്ക് അമാനുഷികനായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്ന് പറഞ്ഞതിനുള്ളായിരിക്കുന്ന ഖണ്ഡനമാണ് ഞാൻ നടത്തിയത്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകിച്ച് കേൾക്കണം. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എന്താ, ഈ മൽക്കീസദേക്ക് യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളതാണ്. ഈ മൽക്കീസദേക്കിനെ കുറിച്ച് വായിക്കുന്ന വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അപ്പനില്ല അമ്മയില്ല എന്നൊക്കെ പറയുന്ന വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ എന്തെന്നാണ് വായിക്കുന്നത്? ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ, ആ വാക്ക് ശ്രദ്ധിക്കണം, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റു അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഈ ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ. ഈ പുരോഹിതന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലെ മധ്യസ്ഥന്മാരാണ് പുരോഹിതന്മാർ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെ ഇടയിലെ മധ്യസ്ഥന്മാരെയാണ് പുരോഹിതന്മാർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ശാലേം രാജാവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെ ഇടയിലെ ഒരു മധ്യസ്ഥനായിരുന്നു. ശാലേം രാജാവ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി ആ ദേശത്തിലെ ജനങ്ങളെ സത്യദൈവത്തെ അറിവാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയ ഒരു യോഗ്യനായ ഭരണാധിപനായിരുന്നു. ആ രാജ്യത്തെ ജനങ്ങൾക്ക് പാപത്തിൻ്റെ പരിഹാരത്തിനുള്ളായിരിക്കുന്ന യാഗങ്ങളും വഴിപാടുകളും കഴിക്കുന്ന വ്യക്തിയായിരുന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ശുശ്രൂഷ എന്താ? യാഗമർപ്പിക്കുകയായിരുന്നു, വഴിപാടുകൾ അർപ്പിക്കുകയായിരുന്നു. ദൈവത്തിന് വഴിപാടുകൾ അർപ്പിക്കുക, ജനത്തിൻ്റെ അടുക്കൽ നിന്നുള്ളായിരിക്കുന്ന വഴിപാടുകൾ ദൈവത്തിന് സമർപ്പിക്കുക, ജനത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥയാചിക്കുന്നവനാണ് പുരോഹിതൻ. ഈ കാര്യം മനസ്സിലാക്കണം. ആ കാലഘട്ടങ്ങളിലും യഹൂദൻ എന്നുള്ളായിരിക്കുന്ന ജാതി ഉത്ഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ആദാമിൻ്റെ നാളുകൾ മുതൽ ഇങ്ങോട്ട് മനുഷ്യരാശിയിലൊക്കെയും അതാത് കാലങ്ങളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടായിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞ സത്യദൈവത്തിന് വേണ്ടി നിലനിന്നായിരിക്കുന്ന മനുഷ്യർ ലോകത്തിലുണ്ടായിരുന്നു. അത് നിങ്ങൾ അവഗണിക്കരുത്. നമുക്കറിയാം, ഹാനോക്കിനെക്കുറിച്ച് അറിയാം. ഹാനോക്ക് എങ്ങനെയാണ് തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നത്? നോഹയെന്ന് നമുക്കറിയാം. നോഹയുടെ മക്കൾ നീതിമാന്മാരാണ്. മക്കളും അതുപോലെ സത്യദൈവത്തെ അറിഞ്ഞവരായിരുന്നു. ഇയ്യോബില്ലേ, അബ്രഹാമിൻ്റെ സമകാലികനായിരുന്നു ഇയ്യോബ് എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ജീവിച്ചത്? ഇയ്യോബ് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയ്യോബ് സത്യദൈവത്തെ അറിഞ്ഞ്? ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വസിക്കുകയും അവർ സത്യത്തെ അറിയുകയും ചെയ്തു. ഇയ്യോബൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പുരോഹിത ശുശ്രൂഷകൻ കൂടിയായിരുന്നു. അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഈ പറയുന്നതായിരിക്കുന്ന നോഹയാണേലും മറ്റവരാണേലും ആ പഴയ നിയമ ചരിത്രത്തിലെ ആ പൂർവ്വ ഭക്തന്മാരായ പിതാക്കന്മാരൊക്കെ ഒരർത്ഥത്തിൽ പുരോഹിതന്മാരായിരുന്നു. കാരണം അവരൊക്കെ ദൈവത്തിന് യാഗം കഴിക്കുന്നവരായിരുന്നു. ദൈവത്തിന് യാഗം കഴിക്കുന്നതാണ് പൗരോഹിത്യ ശുശ്രൂഷ പഴയ നിയമകാലത്ത്. അത് മനസ്സിലായോ? ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ യാഗം കഴിക്കുന്ന മധ്യസ്ഥനായിരുന്നു. ജനത്തിന് വേണ്ടി ദൈവത്തോട് യാചിക്കുന്ന മധ്യസ്ഥനായിരുന്നു പുരോഹിതൻ. ആ കാര്യം മനസ്സിലാക്കണം. ഇയ്യോബ് എന്താ ചെയ്തിരുന്നത്? ഇയ്യോബ് തൻ്റെ മക്കൾ ഒരുമിച്ച് കൂടി ആഘോഷങ്ങൾ നടത്തി തിന്നു കുടിച്ച് സന്തോഷിച്ച് കഴിയുമ്പോൾ വല്ല വിധത്തിലും പാപം ചെയ്തുവോ എന്നുള്ളായിരിക്കുന്ന ബോധ്യം കൊണ്ട് ഇയ്യോബ് ചെയ്യുന്നത് തൻ്റെ മക്കളുടെ എല്ലാവരുടെയും പേരിൽ ഈ ദൈവത്തിന് യാഗം കഴിച്ചിട്ട് എൻ്റെ മക്കൾ വല്ല തെറ്റും ചെയ്തെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ ഇയ്യോബ് യാഗം കഴിക്കുകയായിരുന്നു. ആ ഇയ്യോബിനെക്കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യം എന്താ? ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ട് അകലുന്നവനും നീതിമാനുമായിട്ട് ഭൂമിയിൽ ആരുമില്ലല്ലോ. സാത്താനോട് ചോദിക്കുക, നീ അവൻ്റെ മേലെ ദൃഷ്ടി വെച്ചു എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അന്ന് ഇവരൊക്കെ ഒരു തരത്തിൽ പുരോഹിതന്മാരായിരുന്നു. ദേവാലയത്തിൻ്റെ പുരോഹിതന്മാരല്ല, ദേവാലയ ശുശ്രൂഷയല്ല ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. മധ്യസ്ഥ ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയിലെ മധ്യസ്ഥ ശുശ്രൂഷകരാണ്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും. ഇനി അത് തന്നെയല്ല, ഇയ്യോബിൻ്റെ 3-4 സ്നേഹിതന്മാരില്ലേ? ഇയ്യോബിനോട് സംസാരിച്ച 3 സ്നേഹിതന്മാർ, 3 അതിനിടയ്ക്ക് ഒരാളും കൂടെ വന്നു 4 സ്നേഹിതന്മാർ. അവരൊക്കെ സത്യദൈവത്തെക്കുറിച്ചല്ലേ സംസാരിച്ചേ? പറഞ്ഞതെല്ലാം യോഗ്യമാണെന്നല്ല ഞാൻ പറയുന്നത്. പറഞ്ഞൊക്കെ കുറേ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്, കുറേ മണ്ടത്തരങ്ങളൊക്കെ ഇയ്യോബിനോട് അവർ പറയുന്നത്. അതൊക്കെ സത്യം. എന്നാലും അവർ പറഞ്ഞ ആരെക്കുറിച്ചാണ്? യഹോവയായ ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവർക്കൊക്കെ ഇനി എങ്ങനെയാണ് യഹോവയെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയേ? നിങ്ങൾ മനസ്സിലാക്കുക, ആ കാലഘട്ടങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന വെളിപ്പാടുകൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കുറേ പേര്, എല്ലാവരും അല്ല, കുറേ പേര് സത്യദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നിന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ശാലേം എന്ന രാജ്യത്തിൻ്റെ രാജാവ്, ശാലേം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന മൽക്കീസദേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ഈ രാജാവും
ഈ രാജാവും സത്യദൈവത്തെ അറിഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ യാഗം കഴിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നിരിക്കാം. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ ജനത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് പറഞ്ഞത് മൽക്കീസേദെക്കിനെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് പോയ വ്യക്തിയാണ്. പക്ഷെ തിരുവെഴുത്ത് ആ മനുഷ്യനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തെ തെളിയിക്കാൻ വേണ്ടി ഒരു സാദൃശ്യമായിട്ട് ഈ എബ്രായ ലേഖനക്കാരൻ വിവരിക്കുന്ന വിവരണമാണ് നമ്മളിവിടെ വായിച്ചത്. അല്ലാതെ മൽക്കീസേദെക്ക് ജനിച്ചില്ല മരിച്ചില്ല അവസാനവും ഇല്ല എന്നൊന്നുമല്ല. നിങ്ങൾക്ക് പറയാമോ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഭൂമിയിൽ ജനിക്കാത്ത ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചതായിരിക്കുന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് പറയാമായിരിക്കാം. ഹൈന്ദവ പുരാണങ്ങളൊക്കെ നോക്കേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങൾ നോക്കേണ്ടി വരും. ബൈബിളിൽ അങ്ങനെ ഭൂമിയിൽ ജനിക്കാത്തൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച ഒരു ചരിത്രം നമുക്ക് ബൈബിളിലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തു പോലും ഈ ഭൂമിയിൽ ജനിച്ച് മറിയുടെ ഉദരത്തിൽ രൂപം കൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ചാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോലും ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതനാണ് മൽക്കീസേദെക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തിൻ്റെ ജനത്തിൻ്റെ പ്രതിനിധിയായി ആ ജനത്തിന് വേണ്ടി ഇയ്യോബിനെ പോലെ ദൈവത്തോട് മധ്യസ്ഥ യാചിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ പാപത്തിൻ്റെ പരിഹാരമായിരിക്കുന്ന യാഗാർപ്പണം നടത്തുന്ന ഒരു പുരോഹിതനായിരുന്നുകൊണ്ട് ദൈവം അവനെ മാനിച്ചു. ദൈവം അവന് ആ സ്ഥാനവും മാനവും കൊടുത്തു, ആ പേര് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവനെക്കുറിച്ച് വംശാവലി പറഞ്ഞില്ല. ഇവനെക്കുറിച്ച് എന്തുകൊണ്ടാണ് വംശാവലി പറയാത്ത? ഇവൻ ഏത് തലമുറയിൽപ്പെട്ടായിരിക്കുന്ന വ്യക്തിയെന്നറിയാവോ? നമ്മുടെ നോഹയ്ക്ക് 3 മക്കളുണ്ടായി. ഷേം, ഹാം, യാഫേത്ത്. ഷേമാണ് മൂത്തവൻ. ഹാമും യാഫേത്തും രണ്ടാമത്തവരാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ മക്കളാണ്. അതിൽ ഈ ഹാമിൻ്റെ രണ്ടാമത്തെ പുത്രൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ച വ്യക്തിയാണ് ആരെന്നറിയാവോ? മൽക്കീസേദെക്ക്. ഞാൻ എങ്ങനെ ഇത് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് ചോദിക്കും. എഴുതിയിട്ടില്ല. പക്ഷേ എങ്ങനെ മനസ്സിലാക്കാം? ഇവൻ ഏത് രാജ്യത്തിൻ്റെ രാജാവാണെന്നാണ് പറഞ്ഞത്? ശാലേം രാജ്യത്തിൻ്റെ. ശാലേം എന്ന് പറയുന്നത് ഇന്നത്തെ യെരൂശലേം, അതായത് പഴയ കനാൻ അല്ലേ? മനസ്സിലായോ? പഴയ കനാൻ. ആ കനാൻ നാടാണ് ഇസ്രായേൽ പിടിച്ചെടുത്ത് അത് ഇസ്രായേലാക്കി മാറ്റിയത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ രാജാവായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് മനസ്സിലാക്കാം? ഈ കനാൻ ദേശത്ത് പാർത്തിരുന്ന പൂർവ്വവാസികൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹാമിൻ്റെ സന്തതികളായിരുന്നു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഞാൻ ആ വേദവാക്യം ഒന്നിടത്ത് നിങ്ങളെ എടുത്ത് വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. പിന്നെ കൂശിൻ്റെ പുത്രന്മാർ. അങ്ങനെ പോവുകയാണ്. ആരുടെ? ഹാമിൻ്റെ പുത്രന്മാർ. ഇനിയും താഴേക്ക് വായിക്കാം. 9:18. അതായത് 9:18. ഉൽപ്പത്തി പുസ്തകം 9:18. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫേത്തുമായിരുന്നു. ഹാം എന്നവനോ കനാൻ്റെ പിതാവ്. ഈ മൽക്കീസേദെക്ക് ഏത് രാജ്യത്തിൻ്റെ രാജാവാണ്? ആ രാജാവാണെന്ന് നമ്മൾ പറഞ്ഞ ശാലേം രാജ്യത്തിൻ്റെ. ശാലേം രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാ ദേശം? ഇന്നത്തെ യെരൂശലേം. ഈ യെരൂശലേം പണ്ട് അതിൻ്റെ പേരെന്തായിരുന്നു? കനാൻ ദേശം. മനസ്സിലായില്ലേ? ഈ കനാൻ ദേശം എന്ന് പേര് വന്നെങ്ങനെയാണ്? ഈ ഹാമിൻ്റെ പുത്രനായിരിക്കുന്ന കനാൻ്റെ മക്കളുടെ പരമ്പര അവിടെ താമസിച്ചത്. അതുകൊണ്ട് അതിന് കനാൻ ദേശം എന്ന് പേര് വന്നേ. കാര്യം മനസ്സിലായോ? ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ളായിരിക്കുന്ന വാക്യം. ഉൽപ്പത്തി 10-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ളായിരിക്കുന്ന വാക്യം. കനാൻ, അതായത് കനാൻ്റെ വംശപാരമ്പര്യം പറയുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കനാൻ, അതായത് ഹാമിൻ്റെ പുത്രനായ കനാൻ്റെ വംശപാരമ്പര്യം. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർക്കശ്യൻ, ഹിവ്യൻ, ആർക്യർ, സീനിയർ, അർവ്യാദ്യൻ, സമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. ശ്രദ്ധിക്കണം. പിന്നീട് ഇവരെങ്ങനെ ജനിപ്പിച്ചിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പേരിൽ ആ ദേശം അറിയപ്പെടുന്നത്. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. 20 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ
കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാർ വഴിയായി ഗസ വരെയും, ഗസയൊക്കെ അറിയില്ലേ, ഇന്നത്തെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന രാജ്യേ, പറഞ്ഞ മനസ്സിലായല്ലോ. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാർ വഴിയായി ഗസ വരെയും സോദോമും ഗമോരയും അദ്മായും സെബോയിമും വഴിയായി ലാശ വരെയുമായിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. മനസ്സിലായോ? കനാൻ ദേശമല്ല, കനാൻ ദേശത്തിലെ ഒരു രാജ്യമല്ലേ ഈ പറയുന്ന ശാലേം രാജ്യം ആണല്ലോ. അവരാരുടെ പാരമ്പര്യത്തിൽ ജനിച്ചതാണ്? നോഹയുടെ രണ്ടാമത്തെ പുത്രനായ ഹാമിൻ്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ചതാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നല്ലേ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബൈബിളിൽ വംശാവലി പറയുമ്പോൾ എല്ലാവരുടെയും വംശാവലി അങ്ങനെ നിരത്തി പറഞ്ഞു പോവുകയല്ല. ഈ പറയുന്നതായിരിക്കുന്ന നോഹയുടെ 3 പുത്രന്മാർ ഷേം, ഹാം, യാഫേത്ത്, അതിൽ ഷേമിൻ്റെ വംശപാരമ്പര്യം മാത്രമേ തുടർന്ന് മുമ്പോട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. എന്താ കാരണം? ഷേമിൻ്റെ പൗത്രനാണ്, ഷേമിൻ്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ചവനാണ് അബ്രഹാമിൻ്റെ അപ്പനായ തേരഗ്. മനസ്സിലായോ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഷേമിൻ്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ചാണ് അബ്രഹാമിൻ്റെ അപ്പനായ തേരഗിൻ്റെ അപ്പനും ആ വംശപാരമ്പര്യത്തിൽ വന്ന. അതുകൊണ്ട് യഹൂദ വംശാവലിയാണ് പിന്നെ മുമ്പോട്ട് പോകുന്നുള്ളൂ. അതേസമയം ഹാമിൻ്റെയും യാഫേത്തിൻ്റെയും പാരമ്പര്യം 1, 2, 3 പാരമ്പര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല അവരെക്കുറിച്ച്. ഈ മൽക്കിസേദെക്ക് ആരുടെ മകനാണെന്ന് പറഞ്ഞ്, ആരുടെ പാരമ്പര്യത്തിൽ വന്നാന്ന് ഞാൻ പറഞ്ഞ്? ഹാമിൻ്റെ. ഹാം ആരുടെ മകനാ? അതായത് പിന്നെ എന്താണ്, നോഹയുടെ 2ാമത്തെ മകൻ. ഈ പാരമ്പര്യത്തിലാണ് അതായത് കനാന്യ ജാതികളെല്ലാം ഉണ്ടായത്. ഈ കനാന്യ ജാതികളെല്ലാം തോൽപ്പിച്ചിട്ടാണ് അബ്രഹാമിൻ്റെ സന്തതികൾ യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത കനാൻ ദേശം അടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാമിൻ്റെ പുത്രന്മാരെക്കുറിച്ചോ തലമുറകളെക്കുറിച്ചോ ബൈബിളിലൊന്നും പറഞ്ഞില്ല. യാഫേത്തിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചും ബൈബിളിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ആരുടെ വംശപാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ്? ഷേമിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഷേമിൽ നിന്നാണ് തേരഹും അബ്രഹാമും ആ തലമുറ, ആ ഇസ്രായേലിയ തലമുറ പിന്നെ താഴേക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവന് വംശാരംഭമില്ല, അതായത് മൽക്കിസേദെക്കിന് വംശാരംഭമില്ല, അവസാനമില്ല എന്ന് പറഞ്ഞാൽ അത് പറയാത്തതിൻ്റെ കാരണം എന്നറിയാമോ? ഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനായതുകൊണ്ടാണ്. അല്ലാതെ ഷേമിൻ്റെ പരമ്പരയിൽപ്പെട്ടാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്. ഷേമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട വ്യക്തിയല്ല. അതുകൊണ്ടാണ് അവിടെ വംശാരംഭവും വംശാവസാനവും പറയാത്തത്. വേറെ ആരുടെയും വംശാരംഭ അവസാനമൊന്നും വേറെ എവിടെയും ബൈബിളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ പിന്നീട് അങ്ങ് തുടർന്ന് പോകുന്നതെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെ വംശാരംഭവും അവസാനമാണ്. ആരെ ജനിപ്പിച്ച് ആരെ അങ്ങോട്ട് പോകുന്നതെല്ലാം. അതിനു മുമ്പ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതങ്ങ് പിന്നെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഈ ഒരൊറ്റ ഫോക്കസാണ്, ഒറ്റ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അത് ലക്ഷ്യം വെച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിൻ്റെ വംശാരംഭമാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ 3ാമത്തെ കാര്യം, ഇവന് ജനനവും ഇല്ല മരണവും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ജനിക്കാതെ ഭൂമിയിൽ ആരും ജീവിച്ചിട്ടില്ല. ഞാനത് ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, ആരും ജീവിച്ചിട്ടില്ല. ഈ മൽക്കിസേദെക്ക് ജനിക്കാതെ ജീവിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല കേട്ടോ, ഒരു വ്യക്തിയേ അല്ല. മൽക്കിസേദെക്ക് ഒരു അപ്പൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചത് തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മൽക്കിസേദെക്കിനെ കുറിച്ച് കാര്യമായിട്ട് ഉള്ളായിരിക്കുന്ന വിവരണങ്ങളൊന്നും ബൈബിളിൽ കൊടുക്കാത്തതുകൊണ്ട്, എന്നാൽ ആ മൽക്കിസേദെക്ക് ഒരു പുരോഹിതനാണെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞതുകൊണ്ടും, അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതനെന്ന് സാക്ഷ്യം പറഞ്ഞതുകൊണ്ടും, ആ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന് പൗരോഹിത്യം കിട്ടിയത് എന്നുള്ളതുകൊണ്ടും, അത് കർത്താവ് സ്വയം എടുത്തതല്ല, ദൈവം വാഗ്ദത്തത്താൽ കൊടുത്തതാണ് എന്നുള്ളതുകൊണ്ടും, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കാത്ത പൗരോഹിത്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ, മൽക്കിസേദെക്ക് ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നില്ലേ? മൽക്കിസേദെക്ക് ജനിച്ച ചരിത്രമുണ്ടോ? മൽക്കിസേദെക്ക് മരിച്ച ചരിത്രമുണ്ടോ? മൽക്കിസേദെക്ക് എൻ്റെ വംശാരംഭമുണ്ടോ? വംശാവസാനമുണ്ടോ? അപ്പൻ്റെ അമ്മയുടെ പേരുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നിട്ട് അവൻ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നില്ലേ? നോക്കി, അത് വായിക്കുമ്പോഴേക്ക് മനുഷ്യൻ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലെ ചിത്രം എന്താണ്? ഇവിടെ എബ്രായ ലേഖനക്കാരൻ വിശദീകരിക്കുന്നത് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ആ മൽക്കിസേദെക്കിനെ കുറിച്ച് വായിക്കുമ്പോൾ തൻ്റെ മരണം എഴുതാത്തതുകൊണ്ട്, തൻ്റെ ജനനം എഴുതാത്തതുകൊണ്ട്
നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രം വരികയാണ് എന്നേക്കും പുരോഹിതൻ. അങ്ങനെ ആ പൗരോഹിത്യത്തിൻ്റെ ഒരു പിന്തുടർച്ച അവകാശമാണ്, അല്ലെങ്കിൽ ആ പൗരോഹിത്യം എന്ന പോലെ, അതുപോലെ അതിൻ്റെ പിന്തുടർച്ച എന്നല്ല, അതുപോലെ നിത്യ പുരോഹിതനായി തീരുവാൻ നമ്മുടെ കർത്താവ് യോഗ്യനായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ദാവീദിലൂടെ സങ്കീർത്തനം എഴുതിയപ്പോൾ ദൈവം പറഞ്ഞു, നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്വയം നമ്മുടെ കർത്താവ് ആ പൗരോഹിത്യം സ്വയം ഏറ്റെടുത്തതല്ല. സ്വയം ആർക്കും ഒരു പുരോഹിതനാകാനായിട്ട് പറ്റുകയില്ല, പൗരോഹിത്യം ആർക്കും കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റുകയില്ല. അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അതായത് മൽക്കീസദേക്ക് യേശുക്രിസ്തുവിന് പൗരോഹിത്യം കൈമാറാൻ വന്ന വ്യക്തിയാണ്. ആർക്കും പൗരോഹിത്യം കൈമാറാനായിട്ട് പറ്റുകയില്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? പുരോഹിതനാകണമെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കണം. അങ്ങനെ കർത്താവ് ഒരു ആണ കൊണ്ട് അത് ഉറപ്പിച്ചു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ആണ കൊണ്ട് എന്നുറപ്പിച്ചു? കർത്താവ് ജനിക്കുന്നതിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ഉറപ്പിച്ചു, സങ്കീർത്തനത്തിലൂടെ ഉറപ്പിച്ചു, നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെ. എന്നിട്ട് എബ്രായലേഖനക്കാരൻ പറഞ്ഞു, മൽക്കീസദേക്ക് ഏത് ഗോത്രത്തിൽപ്പെട്ടവനാ? അവൻ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവനല്ല, അഹരോന്യ കുടുംബത്തിൽപ്പെട്ടവനല്ല. അഹരോന്യ കുടുംബത്തോടല്ലേ പൗരോഹിത്യം പറഞ്ഞുള്ളൂ, ലേവ്യ ഗോത്രത്തോടല്ലേ പൗരോഹിത്യം പറഞ്ഞുള്ളൂ. എന്നാൽ ഈ ഗോത്രത്തിലൊന്നും പെടാത്തവൻ എങ്ങനെ ഒരു പുരോഹിതനായി ദൈവവചനത്തിൽ വന്നുവോ, അതുപോലെ നമ്മുടെ കർത്താവും യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചവനായിരിക്കുന്ന നമ്മുടെ കർത്താവിനും പൗരോഹിത്യം കിട്ടി എന്നാണ് അവിടെ പറയുന്നത്. ആരുടെ പിന്തുടർച്ച എന്ന പോലെ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് നോക്കിക്കേ. ആ വ്യക്തിയുടെ ജന്മം എഴുതിയിട്ടില്ല, മരണം എഴുതിയിട്ടില്ല, വംശാരംഭം എഴുതിയിട്ടില്ല, അവസാനം എഴുതിയിട്ടില്ല, അപ്പനമ്മയുടെ പേരെഴുതിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ അവൻ എന്നേക്കും മായാത്തൊരു ചിത്രം മനുഷ്യഹൃദയങ്ങളിൽ, ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന ചിത്രം മനുഷ്യഹൃദയങ്ങളിൽ വരച്ചു വെച്ചിരിക്കുന്ന പോലെ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പൂർണ്ണത സംഭവിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിലാണ്. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യപുരോഹിതനാണ്. കാരണം കർത്താവ് ഒരിക്കലും ഇല്ലാതിരിക്കുന്നവനല്ല, ഒരിക്കലും ഉണ്ടായി വന്നവനുമല്ല, എന്നേക്കും ഇരിക്കുന്നവനാണ്. ജനിച്ച് ജീവിച്ച് ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ച് മരിച്ചെങ്കിലും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും അനശ്വരനായി ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യരുടെ നിത്യപുരോഹിതൻ എന്നുള്ളായിരിക്കുന്ന സ്ഥാനം ഇവിടെ ആരംഭവും അവസാനവും പറയാത്ത മൽക്കീസദേക്കിൻ്റെ ക്രമത്തിലാക്കി കൊടുത്തതിൻ്റെ കാരണം ഇതുപോലെ നമ്മുടെ കർത്താവും എന്നേക്കും ജീവിച്ചിരിക്കുന്ന നിത്യപുരോഹിതൻ എന്ന സ്ഥാനത്തിന് അർഹനായി എന്നുള്ളത് കാര്യമാണ്. എബ്രായലേഖനത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ വായിക്കുന്നത്. ആ വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് പറ, ഇത് മൽക്കീസദേക്ക് അമാനുഷികനായ വ്യക്തി എന്നല്ല, മൽക്കീസദേക്കിനെ ചൂണ്ടിക്കൊണ്ട് കർത്താവിൻ്റെ നിത്യ പൗരോഹിത്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. മൽക്കീസദേക്ക് എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അല്ലല്ലോ, അവിടെ പറഞ്ഞത്, അവിടെ നമ്മൾ എബ്രായലേഖനത്തിൽ വായിച്ചത് ഞാനൊന്നും കൂടി എടുക്കട്ടെ. അവിടെ നമ്മൾ വായിച്ചത്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നല്ല വായിച്ചേ. മൽക്കീസദേക്ക് എന്നേക്കും ജീവിച്ചിരിക്കുന്ന വ്യക്തിയല്ല, മൽക്കീസദേക്ക് മരിച്ചുപോയി. ഇവിടെ പറഞ്ഞാൽ എന്താ? അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ മരിക്കാതെ ജീവിച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ പറഞ്ഞിരിക്കുന്നത്? അത് ശരിയാണെന്നേ. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിഴലും ദൃഷ്ടാന്തവും എന്ന പോലെ മരണവും ജനനവും ഒന്നും പറയാതെ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പുരോഹിതനെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ ആ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച യഥാർത്ഥമായി നടക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യം മരിച്ചാൽ മാത്രമേ തീരുള്ളൂ. കാരണം പൗരോഹിത്യം നീങ്ങിപ്പോകുന്നു, മരണത്തോടെ അവസാനിക്കുന്നത്. എബ്രായലേഖനത്തിലെ വാക്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പുരോഹിതൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പൗരോഹിത്യം നീങ്ങിപ്പോയി. സത്യമല്ലേ? പൗരോഹിത്യം നീങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് മൽക്കീസദേക്ക് മരിച്ചു എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൽക്കീസദേക്ക് മരിച്ചു എന്ന് എഴുതി കഴിഞ്ഞാൽ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യം നീങ്ങിപ്പോവും. പറഞ്ഞതല്ലേ? അപ്പോൾ പിന്നെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യമായിട്ട് എടുക്കാൻ പറ്റില്ല. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സാദൃശ്യമായിട്ട് മൽക്കീസദേക്കിന് എടുക്കാൻ പറ്റില്ല. മൽക്കീസദേക്ക് മരിച്ചു എന്ന് എഴുതി പോയായിരുന്നെങ്കിൽ, മരിച്ചു എന്ന് എഴുതി പോകാത്തതുകൊണ്ട് മൽക്കീസദേക്ക് എന്തേക്കും ജീവിച്ചിരിക്കുന്ന ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുകയാണ്. ആ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായതുകൊണ്ട് മൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവിടെയും പറഞ്ഞ് മൽക്കീസദേക്കിനെ കുറിച്ച് അവൻ്റെ പൗരോഹിത്യം, മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യം എന്നേക്കും ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞ് മനസ്സിലായോ? ആ മനുഷ്യൻ മരിച്ചുപോയൊരു മനുഷ്യനാണ്. ഒരു ശാലേം രാജ്യത്തിൻ്റെ രാജാവാണ്. ജീവിച്ചിരുന്ന കാലത്തോളം സത്യദൈവത്തിലേക്ക് തൻ്റെ പ്രജകളെ നയിച്ചൊരു വ്യക്തിയാണ്. കർത്താവിൻ്റെ മുമ്പിൽ ജനത്തിൻ്റെ ഇടയിൽ
കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെയും ജനത്തിൻ്റെ ഇടയിൽ മധ്യസ്ഥനായിരിക്കുന്ന പുരോഹിത ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് മൽക്കീസദേക്കിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തിരുവെഴുത്ത് അവനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മൽക്കീസദേക്കിൻ്റെ അവൻ്റെ ജനനമില്ല, മരണമില്ല, വംശാരംഭമില്ല, അവസാനമില്ല എന്ന് പറഞ്ഞത്. തിരുവെഴുത്ത് നിശബ്ദത പാലിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം കൊണ്ട് എടുത്തിട്ടാണ് കർത്താവിലേക്ക് കൊണ്ടുവന്ന് ചാരിയിരിക്കുന്നത്. കർത്താവിൻ്റെ പൗരോഹിത്യം സ്ഥാപിക്കുക എന്നുള്ള ഇവിടുത്തെ വിഷയം. മൽക്കീസദേക്കിൻ്റെ അമാനുഷികത്വം തെളിയിക്കുക എന്നുള്ളതല്ല എബ്രായ ലേഖനകാരൻ്റെ ആവശ്യം. നിങ്ങൾക്ക് മനസ്സിലായോ? മൽക്കീസദേക്ക് ആരാണ്, എന്താണ്, ഭയങ്കരനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് അത് പറയാനല്ല ഇത് കാര്യം ഉദ്ദേശിച്ച്. ഈ വേദഭാഗം ശ്രദ്ധിച്ച് വായിക്കുക. അവിടെ കർത്താവിൻ്റെ പൗരോഹിത്യം എങ്ങനെ വന്നു എന്നുള്ളത് പറയാനായി ഈ മൽക്കീസദേക്കിനെ ചൂണ്ടിക്കാണിച്ച് ഒരു സാദൃശ്യം കാണിച്ചു കഴിഞ്ഞാൽ ആ സാദൃശ്യമാണോ നമ്മൾ പഠിക്കേണ്ടത്? ആ സാദൃശ്യം ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കുന്ന പൊരുളാണോ നമ്മൾ പഠിക്കേണ്ടത്? ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മൽക്കീസദേക്കിൻ്റെ അമാനുഷികത്വം ചൂണ്ടിക്കാണിക്കുകയെന്നും പറഞ്ഞാൽ മൽക്കീസദേക്ക് ഒരിക്കലും അമാനുഷികനല്ലായിരുന്നു. ഈ മൽക്കീസദേക്കിനെ മൽക്കീസദേക്കിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടും മൽക്കീസദേക്കിനെ ദൃഷ്ടാന്തമാക്കി കാണിച്ചുകൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ കാര്യങ്ങളുടെ പൂർത്തീകരണം വരുന്നതായിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത്രയും നേരം നമ്മൾ ചിന്തിച്ച് എന്തായിരുന്നു? മൽക്കീസദേക്ക് പരിപൂർണനായിട്ട് ഒരു ദൈവത്തിൻ്റെ പുരോഹിതനാണ്. ആ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ യഥാർത്ഥമായി കാണിക്കുന്നത് വരുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെയാണ്. മൽക്കീസദേക്ക് നിത്യപുരോഹിതനായിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് നിത്യപുരോഹിതനായിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ് എബ്രായ ലേഖന കർത്താവ് വർണ്ണിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകനായിരിക്കുന്ന സെഖര്യാവ് അതിനെക്കുറിച്ചൊരു വിവരം പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും കൂടി ശ്രദ്ധിച്ചു നോക്കിയേ. എത്ര മനോഹര! സെഖര്യാ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം. സെഖര്യാ പ്രവചനം 6-ാം അധ്യായം 12-13 വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ച് വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണമുണ്ടാകും. യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു രാജ്യം നമ്മുടെ കർത്താവ് സ്ഥാപിക്കും. ആ രാജ്യത്തിന്മേൽ നമ്മുടെ കർത്താവ് തന്നെ, കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ, കർത്താവിൻ്റെ അധികാരത്തിൽ നമ്മുടെ കർത്താവ് തന്നെ ദൈവത്തിൻ്റെ മന്ദിരം പണിയും. എന്ന് പറഞ്ഞാൽ ദൈവാലയം പണിയും. ആ ദൈവാലയത്തിലെ മഹാപുരോഹിതൻ ആരായിരിക്കും? നമ്മുടെ കർത്താവ് തന്നെയായിരിക്കും. അതേ രാജ്യത്തിലെ സിംഹാസനത്തിൽ ആരായിരിക്കുക? നമ്മുടെ കർത്താവിരിക്കും. അവൻ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. ആ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നതോടുകൂടെ തന്നെ അവൻ സിംഹാസനത്തിൽ പുരോഹിതനും ആയിരിക്കും. ഇങ്ങനെ ലോകത്തെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നോക്കിയേ, ലോകത്തെവിടെയും സംഭവിച്ചിട്ടില്ല. രാജാവും രാജ്യത്തിൻ്റെ പുരോഹിതനും ഒരാൾ തന്നെ. അത് സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കുന്നത് അത്ഭുതകരമായിട്ട് നിവൃത്തിയാകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയില്ല. യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിൽ രാജകൊട്ടാരമുണ്ട്. അവിടെ എന്താ പറയുന്ന ദൈവത്തിൻ്റെ ദൈവാലയമുണ്ട്. ആ രാജകൊട്ടാരത്തിലെ രാജാവും ഒരാളായിരിക്കും. ആ ദൈവാലയത്തിലെ പുരോഹിതനും ഒരാളായിരിക്കും. ഇത് മൽക്കീസദേക്കിലൂടെ വളരെ വ്യക്തമായിട്ട് ഈ ചിത്രം വരച്ച് കാണിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ യെരുശലേമിൻ്റെ വരാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വാഴാനിരിക്കുന്ന അതേ യെരുശലേമിൻ്റെ പഴയ ഒരു ചരിത്രത്തിൽ അതേ യെരുശലേമിലെ ഒരു രാജാവ് തന്നെ അവിടുത്തെ പുരോഹിതനുമായിരുന്നു. ആ ചിത്രം നോക്കി എങ്ങനെയാണ് കറക്റ്റായിട്ട് യോജിക്കുന്നതെന്ന് കണ്ടോ? അപ്പോൾ ഇത് മൽക്കീസദേക്കിൻ്റെ അമാനുഷികത്വം വിളമ്പാനൊന്നും അല്ല ഇത് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മൽക്കീസദേക്കിൻ്റെ ഈ രാജകീയ പൗരോഹിത്യം രണ്ടും ഒന്നിച്ച് ചേർന്ന ഒരാളിൽ, ഒരു രാജ്യത്തിൻ്റെ രാജാവും ഒരു രാജ്യത്തിലെ മഹാപുരോഹിതനും ഒരാൾ തന്നെ. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇനി 1000 ആണ്ടിൽ യെരുശലേമിൻ്റെ രാജാവുമായിരിക്കും, യെരുശലേമിൻ്റെ മഹാപുരോഹിതനുമായിരിക്കും. ആ കാര്യത്തെ സൂചിപ്പിക്കാനാണ്. നിങ്ങൾക്കറിയോ, യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 40 മുതലുള്ള അധ്യായങ്ങളിൽ യെരുശലേമിലെ ഭാവിയിൽ വരാനിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലെ ദേവാലയം പറയുന്നുണ്ട്. അവിടെ പുരോഹിതന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. പുരോഹിതന്മാരെക്കുറിച്ചേ പറയുന്നുള്ളൂ. പുരോഹിതന്മാരെക്കുറിച്ച് മാത്രം. എന്താ മഹാപുരോഹിതനെക്കുറിച്ച് പറയാത്തത്? അവിടെ പുരോഹിതനില്ല. മഹാപുരോഹിതനുണ്ട്. ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യരിൽ നിന്നെടുക്കുന്ന മഹാപുരോഹിതൻ അവിടെ ഇല്ല. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവചനത്തിൽ മഹാപുരോഹിതൻ്റെ കാര്യം പറയുന്നില്ല.
നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അവിടെ പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതൻ നമ്മുടെ കർത്താവാണ്. അപ്പം നമ്മുടെ കർത്താവ് ഇസ്രായേലിൻ്റെ രാജാവുമായിരിക്കും, ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനുമായിരിക്കും. ഇവിടെ പറഞ്ഞ കേട്ടോ, അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ സമാധാന മന്ത്രണമുണ്ട്. കാണിക്കേ, അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. വാഴുന്ന ആരാ? രാജാവ് ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനോ രാജാവുമായിരിക്കും, സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. എന്നിട്ട് പറയുക, ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇരുവർ എന്നവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന മനുഷ്യന് മനസ്സിലാകുന്നൊരു ഭാഷയില്ല. അവിടെ രാജാവും മഹാപുരോഹിതനും നമ്മുടെ കർത്താവ് തന്നെ. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൽക്കിസദേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന രാജാവും പുരോഹിതനായിരുന്നു. ഏത് രാജ്യത്തിൻ്റെ? യെരുശലേം രാജ്യത്തിൻ്റെ. പിന്നെ നമ്മൾ വായിക്കുന്ന പോലെ തന്നെ ശാലേം രാജ്യത്തിൻ്റെ രാജാവ്. അതേ രാജ്യത്തിൽ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം വെളിപ്പെടുന്ന ഒരു കാലത്തിന് വേണ്ടിയിട്ട് ഒരു നിഴലും ഒരു ദൃഷ്ടാന്തവുമായി കാണിച്ചിരിക്കുന്നതാണ് ഏത്? ഈ പറയുന്നതായിരിക്കുന്ന മൽക്കിസദേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി. മനസ്സിലായോ? അപ്പം മൽക്കിസദേക്ക് ഒരു നിഴലും ദൃഷ്ടാന്തവുമായ മനുഷ്യനായിരുന്നു. അമാനുഷികനായ ഒരു വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തു എന്ന ജനിച്ച് ജീവിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയ മനുഷ്യപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. മൽക്കിസദേക്ക് അമാനുഷികനായിരുന്നെങ്കിലേ എങ്ങനെയാണ് മനുഷ്യനായി വന്ന യേശു ക്രിസ്തുവിൽ ഈ ചിത്രം പൂർത്തിയാക്കപ്പെടുന്നത്? അമാനുഷികനും മനുഷ്യനും തമ്മിൽ ചേരുമോ? ചേരില്ലല്ലോ. മൽക്കിസദേക്ക് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ യെരുശലേമിൻ്റെ രാജാവുമായിരുന്നു, യെരുശലേമിലെ പുരോഹിതനുമായിരുന്നു. ഇത് ഒരു സാദൃശ്യമായി അവിടെ സംഭവിച്ചു. ഇതിൻ്റെ പൂർണ്ണത അങ്ങ് 1000 വർഷം ഭരണകാലത്ത് സംഭവിക്കും. ഇത് കാണിക്കാനാണ് ഇങ്ങനെ ഒരു ചിത്രം വരച്ചു തന്നത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുരോഹിതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തമാക്കുവാൻ തക്കവണ്ണമാണ് മൽക്കിസദേക്കിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഈ കാര്യം അടർത്തിയെടുത്തതെന്ന് മനസ്സിലാക്കണം. മൽക്കിസദേക്കിൻ്റെ ജനനം പറയാത്തത് കൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ജനിച്ചവനല്ല. അവൻ എന്നേക്കും ഉള്ളവനാണ്, എന്നും എപ്പോഴും ഉള്ളവനും നിത്യനായിരിക്കുന്ന ദൈവവുമാണ്. മൽക്കിസദേക്കിൻ്റെ ജനനം പറയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർവ അസ്തിത്വം അതിലൂടെ തെളിയിക്കുന്നു. മൽക്കിസദേക്കിൻ്റെ ജനനം ബൈബിളിൽ പറയാത്തത് കൊണ്ട്, കാര്യം മനസ്സിലായോ? ബൈബിളിൽ പറയാത്തത് കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കും ജീവിക്കുന്നവൻ എന്നുള്ളതായിരിക്കുന്ന, ആരംഭമില്ലാത്തവൻ എന്നുള്ളതായിരിക്കുന്ന ചിത്രം അതിലൂടെ തെളിയിക്കുന്നു. മൽക്കിസദേക്കിൻ്റെ മരണം പറയാത്തത് കൊണ്ട്, പറയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിത്വത്തെ തെളിയിക്കുന്നു. അതായത് ഒരിക്കലും അവസാനിക്കാത്ത, അൽഫയും ഒമേഗയും ആദ്യവും അന്തവും എല്ലാമായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ നിത്യാസ്തിത്വത്തെ തെളിയിക്കുകയാണ് മൽക്കിസദേക്കിൻ്റെ മരണം പറയാത്തതിലൂടെ. അതുപോലെ തന്നെ മൽക്കിസദേക്കിൻ്റെ വംശാവലി പറയാത്തതിലൂടെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് അറിയാമോ? വംശാവലി പറയാത്തതിലൂടെ കർത്താവായ യേശു ക്രിസ്തു വംശാവലിയിൽ ഉൾപ്പെട്ട് വന്നവനല്ലേ അല്ല. വംശാവലിയിൽ നിന്ന് ഇന്നവനെ ജനിപ്പിച്ചു എന്നല്ലേ വംശാവലി. നമ്മുടെ കർത്താവ് വംശാവലിയിൽ ഉൾപ്പെട്ടവനല്ല. നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നാണ്. അവളിൽ നിന്ന് യേശു ജനിച്ചു എന്നാണ് വായിക്കുന്നത്. അവളിൽ നിന്ന്, അതെങ്ങനെയാണ് സ്ത്രീയിൽ നിന്ന് തന്നെ എനിക്കാനായിട്ട് പറ്റുമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കും നിത്യപുരോഹിതനാണ്, എന്നേക്കും. അത് ജനനവും മരണവും വംശാവലിയുമില്ലാത്ത മൽക്കിസദേക്കിലേക്ക് കൊണ്ടെത്തിച്ചതിലൂടെ നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യം എന്നേക്കുമുള്ളതെന്ന് ഉറപ്പിച്ച് സ്ഥാപിക്കുകയാണ് എന്ന്. മൽക്കിസദേക്ക് മരിച്ചുപോയെന്ന് എഴുതിയായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യത്തെ മൽക്കിസദേക്കിനോട് ചേർക്കാനോ സാമ്യപ്പെടുത്താനോ പറ്റുകയില്ലായിരുന്നു. കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ മൽക്കിസദേക്ക് എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാതെ മൽക്കിസദേക്ക് ഒരു അമാനുഷികനുമല്ല, മൽക്കിസദേക്ക് ഒരു അത്ഭുത സൃഷ്ടിയുമല്ല, ഒന്നുമല്ല. ശാലേം എന്ന് പറയുന്നതായിരിക്കുന്ന പണ്ടത്തെ യെരുശലേമിൻ്റെ രാജാവായിരുന്നു ഈ മൽക്കിസദേക്ക്. താൻ ജനിച്ചു, താൻ ജീവിച്ചു, തൻ്റെ ജീവിതകാലം സത്യദൈവത്തിൻ്റെ മുമ്പാകെ നീതിയുള്ളവനായിരുന്നു. തൻ്റെ പ്രജകളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു ശ്രേഷ്ഠ മധ്യസ്ഥനായ പുരോഹിതനുമായിരുന്നു.
ആ മൽക്കീസേദെക്കിൻ്റെ പ്രായം തികഞ്ഞു. മൽക്കീസേദെക്ക് മരിച്ചു പോയിട്ടുണ്ടാകാം എന്നല്ല, മരിച്ചു പോവുക തന്നെ ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ജീവിച്ചിരിക്കുന്ന ആരുമില്ല. മൽക്കീസേദെക്ക് അങ്ങനെ മരിച്ചുപോയി, ആ തലമുറയെ അവസാനിച്ചു. പക്ഷേ അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ സ്ഥാനമുണ്ടല്ലോ, പൗരോഹിത്യം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ചിത്രം എബ്രായ ലേഖനത്തിലൂടെ വരച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ മൽക്കീസേദെക്കിനെ പുകഴ്ത്താനും ഉയർത്താനും മൽക്കീസേദെക്കിൻ്റെ ശക്തിയും മഹത്വവും മൽക്കീസേദെക്കിൻ്റെ അമാനുഷികതയും ഒന്നും വെളിപ്പെടുത്താനൊന്നും അല്ല അവിടെ അത് പറഞ്ഞിരിക്കുന്നത്. അതായത് മൽക്കീസേദെക്ക് അബ്രഹാമിനേക്കാൾ വലിയവനായിരുന്നു. അപ്പോൾ ലേവിയും കൊടുത്തു, കാരണം ലേവി അവൻ്റെ കളിപ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെ സകല പുരോഹിതന്മാരിലും മൽക്കീസേദെക്ക് ശ്രേഷ്ഠനായ പുരോഹിതനാണ്. അതുകൊണ്ട് തന്നെ അബ്രഹാമിനേക്കാളും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിത്വമുള്ളവനാണ്. ആ വ്യക്തിത്വത്തെ പോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാ സകല മാനുഷിക പൗരോഹിത്യത്തിന്മേലും അതിന്മേലുമൊക്കെയും ഉന്നതമായിരിക്കുന്ന സ്ഥാനം വഹിക്കുന്ന പുരോഹിതനാണ് എന്നുള്ളത് തെളിയിക്കുക എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കർത്താവിൻ്റെ കേൾവിക്കാരെവരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം ഇന്നും എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.